ഹലോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഞാൻ ഇന്നലെ അതായത് സൺഡേ വീക്കെൻഡ് ആയിട്ട് സൺഡേയിൽ കഴിച്ച കുറച്ച് ഡിഷസാണ്. അപ്പോൾ എൻ്റെ ഒരു സിമ്പിൾ വാട്ട് ഐ എയ്റ്റിന് ഡേ ആണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ഈ നഗറ്റ്സും അതുപോലെ തന്നെ ഈ ബണ്ണൊക്കെ എടുത്ത് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചായയുടെ കൂടെ സാധാരണ എന്നും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണല്ലോ ചായ കുടിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചായയുടെ കൂടെ ഏറ്റവും രാവിലെ കഴിക്കാനെടുത്തത് ഈ നഗറ്റ്സും ഈ ഫ്രൈസും ഒക്കെയാണ്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റ് ആവും. കാര്യം എന്താ വെച്ചാൽ, കറി വെക്കാൻ നോക്കിയപ്പോഴത്തേനും സവോള കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മൾ ഹോം ഡെലിവറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വരാനായിട്ട് കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ ഓൾറെഡി നമ്മൾ സൺഡേ ആയതുകൊണ്ട് മോർണിംഗ് പ്രെയറൊക്കെ കഴിഞ്ഞ് ഒന്നും കൂടെ അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ എഴുന്നേറ്റപ്പോൾ ഓൾറെഡി നല്ല ലേറ്റായിരുന്നു. അപ്പോൾ നമുക്ക് എഴുന്നേറ്റ പാടെ ഒരു ചായയും വെച്ച്, കഴിഞ്ഞ ദിവസം അൽബേക്കിൽ നിന്ന് വാങ്ങിച്ച ഒരു ബോക്സ് നഗറ്റ്സ് എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, വളരെ ടേസ്റ്റി ആയിട്ട് രാവിലത്തെ ഫാസ്റ്റിങ് ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ കഴിച്ചത് നഗറ്റ്സും അതുപോലെ തന്നെ സ്നാക്കായിട്ട് കുറേ 2-3 നഗറ്റ്സും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചായയുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തന്നെ അൽബേക്കിൽ നിന്ന് കിട്ടിയത് വളരെ കുറച്ചായിരുന്നു. ടൊമാറ്റോ കെച്ചപ്പും മയണീസും ഒക്കെ വളരെ കുറച്ചായിരുന്നു. പിന്നെ നമ്മുടെ കയ്യിൽ വീട്ടിൽ ബോട്ടിലുണ്ടായിരുന്നതുകൊണ്ട് അതും എല്ലാം കൂടെ ചേർത്ത് കുടിച്ചു. അതിനുശേഷം ഇതാ നമ്മുടെ സവോളയൊക്കെ എത്തി. അതിനുശേഷം വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്തു കഴിച്ചു. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഈ വീഡിയോയിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ ഞങ്ങൾ കഴിച്ചത് ചായയും നഗറ്റ്സുമാണ്. ലഞ്ച് ടൈമിൽ നമ്മൾ കഴിച്ചത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി നൈസ് പത്തിരിയും ചിക്കൻ കറിയുമാണ്. അപ്പോൾ കറി ഇപ്പോൾ ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ ഇത് ഒരു കുക്കിംഗ് വീഡിയോ അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുക്കിങ്ങും അങ്ങനെ കുക്കിംഗ് പരമായിട്ടുള്ള വീഡിയോയും കിച്ചൺ വിശേഷങ്ങളൊന്നും ഇതിലധികം ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ഞാൻ കഴിച്ചത് എന്തൊക്കെയാണെന്നാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ലഞ്ചായിട്ട് റൈസായിട്ട് ഒന്നും ചോറായിട്ട് കഴിക്കുന്നില്ല. അപ്പോൾ ലഞ്ച് ടൈം ആയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോഴത്തേനും നല്ല ലേറ്റായി. അപ്പോൾ ലഞ്ച് ടൈമിലാണ് നമ്മൾ പത്തിരിയും ചിക്കൻ കറിയും കഴിച്ചത്. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ മെയിൻ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി പത്തിരിയും ചിക്കൻ കറിയും. അപ്പം ഇതിൻ്റെ കൂടെ ചായ ഞാൻ എടുക്കുന്നില്ല, കാരണം നമ്മൾ രാവിലെ കഴിച്ച കൂട്ടത്തിൽ ചായയും കൂട്ടിയാണല്ലോ കഴിച്ചത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സാധാ വെള്ളവും കുടിച്ച് പത്തിരിയും ചിക്കൻ കറിയുമാണ് രണ്ടാമത് കഴിച്ചത്. അപ്പം വളരെ ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഗ്രേവി വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത്, ഒരു സെമി ഗ്രേവി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം അതൊക്കെയാണ് നമ്മുടെ ലഞ്ചായിട്ട് കഴിച്ചത്. പിന്നീട് ഞാൻ ലഞ്ചൊക്കെ കഴിച്ചു. നമ്മുടെ ലഞ്ച് ടൈമിൽ നമ്മൾ കഴിച്ചത് പത്തിരിയും ചിക്കനുമാണ്, അതുകൊണ്ടാണ് ഞാൻ അതിനെ ലഞ്ചെന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ ഒരു പോപ്പിൻസ് ജസ്റ്റ് എടുത്ത് കഴിച്ചു. അതിനുശേഷം നമ്മുടെ കുറച്ച് ഓറഞ്ച് മുസമ്പി അത് കട്ട് ചെയ്ത് കുറച്ച് ഡെക്കറേറ്റീവായിട്ട് കട്ട് ചെയ്ത് രസമായിട്ട് പ്ലേറ്റിൽ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചെങ്കിൽ സാറ എടുത്തെടുത്ത് കഴിച്ചോളും. അപ്പം ഇങ്ങനെ കുറച്ച് ഭംഗിക്കൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ അവൾക്ക് കഴിക്കാനായിട്ട് ഇൻട്രസ്റ്റ് കൂടുതലാണ്. അപ്പം ഞാൻ ഫ്രൂട്ട്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സൊക്കെ അങ്ങ് ഇരുന്ന് പോകത്തേ ഉള്ളൂ, ആരും എടുത്ത് കഴിക്കാറില്ല. ഇങ്ങനെ കട്ട് ചെയ്ത് ടേബിളിൽ വെക്കും. അതിനുശേഷം നമ്മൾ രാവിലെ കഴിച്ച നഗറ്റ്സ് ഒരെണ്ണം അടുക്കളയിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഒരെണ്ണമായിട്ട് മിച്ചം വെക്കണ്ട എന്ന് വിചാരിച്ചിട്ട് വെറുതെ അത് ചുമ്മാ കയ്യിൽ പിടിച്ച് കഴിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി ഇരുന്നെങ്കിൽ അത് വേസ്റ്റായി പോകുമെന്ന് വിചാരിച്ചിട്ട് അത് ആ ഒരു നഗറ്റ്സ് ഒരു ഇടസമയത്ത് ആ ഒരു നഗറ്റ്സ് എടുത്ത് കഴിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ലെയർ കണ്ടോ, അതിൻ്റെ ആ ഒരു സ്പൈസി, ആ ചില്ലി പൗഡറും ആ ഒരു സ്പൈസ് എന്ന് പറയുന്നത് അതിൻ്റെ ഇന്നർ ലെയർ വരെ എത്തിയിട്ടുണ്ട്. അതാണ് നമ്മുടെ അൽബേക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതിനുശേഷം ഈ ബർഗർ എന്ന് പറയുന്നത്, ഞാൻ ഇതെടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ ഈവനിങ് ടീ ടൈമായപ്പോൾ നമ്മൾ ലഞ്ച് പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടില്ല. ലഞ്ചായിട്ട് നമ്മൾ ചോറും കറികളും ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിശപ്പുണ്ട്. അപ്പോൾ ഈ ബർഗർ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം അൽബേക്കിൽ നിന്ന് വാങ്ങിച്ചു. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചില്ലായിരുന്നു, നഗറ്റ്സ് മാത്രമല്ലേ ഞാൻ ഓപ്പൺ ചെയ്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഈവനിങ് ടീ ടൈം ആയപ്പോഴത്തേനും നമുക്ക്
നമ്മുടെ ബർഗർ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവരുടെ 2 പാക്കറ്റിൽ നിങ്ങൾ കണ്ടായിരുന്നല്ലോ, 2 സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ബണ്ണും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും മയണൈസും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 1-2 നഗ്ഗറ്റ്സും കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അത് ആ ബണ്ണിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചുമ്മാ വെറുതെ വേസ്റ്റ് ആക്കി കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ചായയുടെ കൂടെ, അപ്പോൾ ഇന്നൊന്നും എടുക്കണ്ടല്ലോ, വേറെ പ്രത്യേകിച്ചൊന്നും എടുക്കണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചായയുടെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് 3 പേർക്കും വേണ്ടിയിട്ട് ഞാനത് സെറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ചീസി ഡബിൾ പാറ്റി ബർഗർ ഉണ്ട്, അത് നമ്മൾ കട്ട് ചെയ്ത് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കും. അപ്പം ബാക്കി ഉള്ളത് വെച്ചിട്ട് ഞാനൊരു ബർഗർ രീതിയിൽ സെറ്റ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴത്തേനും ആ ബർഗർ വേസ്റ്റ് ആകാതെ നമ്മൾ അടിപൊളി ബർഗർ ബണ്ണാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ബർഗർ ബണ്ണായതുകൊണ്ട് തന്നെ അത് വെറുതെ കളയാനായിട്ട് തോന്നിയില്ല. അതിൻ്റെ എക്സ്പയറി എന്ന് പറയുന്നത് 2-3 ദിവസമുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈവനിങ് ടീ എന്ന് പറയുന്നത് നല്ല അടിപൊളി കടിഞ്ചായും അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂ നട്ട് എടുക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് റോസ്റ്റഡ് നട്ട് ഒരു പ്ലേറ്റിലെടുത്തതാണ്. പിന്നെ 2 ബണ്ണ് ഞാൻ വെറുതെ സ്റ്റഫ് ചെയ്ത് ബർഗറാക്കിയതും, പിന്നെ മറ്റേ ബർഗർ പിന്നെ ശരിക്കും റിയൽ അൽബേക്കിൻ്റെ ബർഗറാണ് മറ്റേ 2 എണ്ണം, അപ്പുറത്തിരിക്കുന്ന 2 എണ്ണമാണ് ഞാനിപ്പോൾ വെറുതെ ബർഗറായിട്ട് സ്റ്റഫ് ചെയ്തത്. അപ്പോൾ കണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്, ഇതിൻ്റെ ഉള്ളിൽ കണ്ടല്ലോ, അയ്യോ ഭയങ്കര അടിപൊളി. നമ്മുടെ നഗ്ഗറ്റ്സ് അല്ല, നഗ്ഗറ്റ്സിൻ്റെ ഇരട്ടി സൈസുണ്ട്. ഒരു സ്ക്വയർ ഷേപ്പിൽ ഒരു വലിയ 2 ചിക്കൻ ബർഗർ പാറ്റിയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ അടിപൊളിയായിട്ടുള്ള ഫസ്റ്റ് ക്വാളിറ്റി വളരെ ടേസ്റ്റി യമ്മി ആയിട്ടുള്ള 2 സ്ലൈസ് ചീസ്. ഈ അൽബേക്കിലെ ഈ ഒരു ഡബിൾ ലെയർ ആയിട്ടുള്ള ഈ ചീസി ബർഗർ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ക്വാളിറ്റി, അടിപൊളി ക്വാളിറ്റിയുള്ള ചീസും അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റി മയണൈസും, പിന്നെ അത്രയ്ക്ക് ഹെവി ആയിട്ടുള്ള നമ്മുടെ നഗ്ഗറ്റ്സിൻ്റെ തന്നെ ഒരു വലിയ ഫോമാണ് ബർഗറിൽ പാറ്റി ആയിട്ട് വെച്ചിരിക്കുന്നത്. അതൊക്കെ ഭയങ്കര ടേസ്റ്റ്. എനിക്ക് സത്യം പറഞ്ഞാൽ അൽബേക്കിലെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ബർഗർ തന്നെയാണ്. സെക്കൻഡാണ് എനിക്ക് അവിടുത്തെ നഗ്ഗറ്റ്സ് എന്ന് പറയുന്നത്. എനിക്ക് അൽബേക്കിൻ്റെ ബ്രോസ്റ്റ് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. ഇനിയിപ്പം ബ്രോസ്റ്റ് ലവേഴ്സിന് അങ്ങനെ അല്ലായിരിക്കാം, പക്ഷേ എനിക്കെന്തോ അൽബേക്കിൻ്റെ ബ്രോസ്റ്റിനോട് അത്ര വലിയ താല്പര്യമില്ല. അതിനേക്കാളും ഇഷ്ടമെന്ന് പറയുന്നത് നമ്മുടെ KFCയുടെയും അതുപോലെ തന്നെ ചിക്കനിയുടെ ബാക്കി 2ഉം ഒരു രക്ഷയില്ല കേട്ടോ. ബാക്കി 2ഉം എന്നല്ല, ബാക്കി എല്ലാം എന്താ പറയുക, ബ്രോസ്റ്റ് ആണെങ്കിലും റാപ്പ് ആണെങ്കിലും ഷവർമ ആണെങ്കിലും നഗ്ഗറ്റ്സ് ആണെങ്കിലും അവിടുത്തെ പ്രോൺസ് ഫില്ലറ്റ്സ് ആണെങ്കിലും അങ്ങനെ ഒരു അടിപൊളി എല്ലാം അടിപൊളി ടേസ്റ്റ്. അത് ഞാനിപ്പോൾ എല്ലാവർക്കും സാറായ്ക്ക് വിളമ്പിക്കൊടുത്തു, ഇക്കാക്ക് വിളമ്പിക്കൊടുത്തു. ഇതാ എൻ്റെ പോർഷൻ ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു നൈറ്റൊക്കെ ആയപ്പോഴത്തേനും അടിപൊളിയായിട്ട് ഹേസൽനട്ട് ഫ്ലേവറിൽ ചോക്ലേറ്റ് മിൽക്ക് ഒരു ഡ്രിങ്ക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുടിച്ചു. എന്നാന്ന് വെച്ചാൽ ഗാലക്സി ചോക്ലേറ്റ്സും അതുപോലെ തന്നെ ഹേസൽനട്ടും ഒക്കെ വന്നിട്ടുള്ള ഇതെന്ന് പറയുന്നത് ഈ ഒരു ഡ്രിങ്കിൻ്റെ ഷുഗർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമുക്ക് കുടിക്കുമ്പോൾ തന്നെ മനസ്സിലാകും, ഒരു മൈൽഡായിട്ടുള്ള സ്വീറ്റ്നെസ്സോട് കൂടിയിട്ട് വളരെ നമ്മുടെ നോർമൽ പാലിൽ ഹേസൽനട്ടും അതുപോലെ തന്നെ 2 ബാർ ചോക്ലേറ്റ് ഗാലക്സി ചോക്ലേറ്റ് ഇട്ടിട്ട് കുടിക്കുന്ന ആ ഒരു ഫീലാണ്. പിന്നെ രാത്രി ഞാൻ ഡിന്നറായിട്ട് കഴിച്ചിരുന്നത് ഇതാണ്, നമ്മുടെ പാനിപ്പൂരിയാണ് ഞാൻ ഡിന്നറായിട്ട് കഴിച്ചിരുന്നത്. കാര്യം വെച്ചാൽ ഇക്ക ഇന്ന് നൈറ്റ് ഡിന്നറിനില്ല, ഇക്കക്ക് വേറെ മീറ്റിങ്ങും അതുപോലെ തന്നെ ഡിന്നറും ഒക്കെ പുറത്താണ്. പിന്നെ സൈറൂന് ഞാൻ ഫുഡ് കൊടുത്തു, സാറാക്ക് ഞാൻ കഞ്ഞിയും ചമ്മന്തിപ്പൊടിയുമാണ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഞാനിന്ന് ഒന്നും ഹെവി ആയിട്ട് കഴിച്ചില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പാനിപ്പൂരി ഹോം ഡെലിവറി വെച്ചു. അങ്ങനെ എൻ്റെ രാത്രിയത്തെ ഫുഡെന്ന് പറയുന്നത് ഈ പാനിപ്പൂരി കഴിച്ചു. നമുക്ക് അത്യാവശ്യം സ്റ്റൊമക്ക് ഫില്ലിംഗ് ആണല്ലോ, കാരണം പൂരിയും പാനിയും എല്ലാം വരുമ്പോഴത്തേനും അടിപൊളിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സൺഡേ സ്പെഷ്യൽ ടേസ്റ്റി ഡിഷസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.